വി ഡി സതീശൻ അദ്ദേഹം സ്വീകരിച്ച നിലപാട് ആ പരാജയത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ഈ നേതൃത്വത്തെ, അതായത് പ്രതിപക്ഷ നേതൃസ്ഥാനം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹം അന്നേ തീരുമാനിച്ച് പ്രഖ്യാപിച്ച ഒരു കാര്യം, ഞാൻ ഗ്രൂപ്പിൻ്റെ പണിക്ക് പോകില്ല എന്നുള്ളതായിരുന്നു. അദ്ദേഹം ആ വാക്ക് പാലിച്ചു. അദ്ദേഹത്തോട് അനുഭാവമുള്ള, അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് പ്രതിപത്തിയുള്ള ഏതാനും ചില വിരലിലെണ്ണാവുന്ന MLA-മാർ ഒരു ഗ്രൂപ്പിൻ്റെ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ കൂടി വി ഡി സതീശൻ്റെ താല്പര്യങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതി ഇപ്പോഴുണ്ട്. അതിനപ്പുറത്ത് ആ MLA-മാർ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്നതാണ്. അതായത് എന്താണ് അതിനപ്പുറം MLA-മാരൊക്കെ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവണമെന്നുള്ള താല്പര്യമൊക്കെ ഉള്ളവരുണ്ട്. പക്ഷേ ഈ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഏതാനും MLA-മാരാണ് വി ഡി സതീശന് വേണ്ടി ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ വി ഡി സതീശൻ ക്യാമ്പ് എന്നൊക്കെ പറയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതെന്ന് കരുതാം. അതും പക്ഷേ കേന്ദ്രീകൃതമായുള്ള ഒരു പ്രവർത്തനമൊന്നുമല്ല. പക്ഷേ അപ്പുറത്ത് അങ്ങനെയല്ല. KC ആദ്യഘട്ടം മുതൽ വളരെ കൃത്യമായി ആ ഗ്രൂപ്പ് എന്നുള്ള സംഗതി ഇതിനകത്ത് ഇല്ലാതാവില്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളിതിന് മുമ്പും ചർച്ച ചെയ്തിട്ടുണ്ട്. മുമ്പ് എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിനൊക്കെ എത്രയോ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ ഒരു വർഷം മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രൂപ്പ് ഇപ്പോൾ KC ഗ്രൂപ്പാണ്. പഴയ A ഗ്രൂപ്പോ I ഗ്രൂപ്പോ ഒന്നുമല്ല. അതിനെ ഈ ഗ്രൂപ്പുകളെയൊക്കെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ട ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും വലിയ പവറുള്ളയാളാണ് KC. അതായത് ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമാണ്. ആ കരുത്ത് ഉപയോഗിച്ച് അദ്ദേഹത്തിന് ഒരു സംവിധാനത്തെ ഡ്രൈവ് ചെയ്യാൻ കഴിയും. ഫണ്ട് ഒരു ഗ്രൂപ്പ്, പണ്ടൊക്കെ ഗ്രൂപ്പ് നടത്തിപ്പുകാർ കൃത്യമായി പറയുന്നത് എങ്ങനെയാണ്, ഒരു തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ ഈ വിവിധ ഗ്രൂപ്പുകൾ തന്നെയാണ് ഫണ്ട് എത്തിക്കുക, പ്രവർത്തനത്തിനുള്ള കാര്യങ്ങൾ താഴെത്തട്ടിലേക്ക് ചെയ്തു കൊടുക്കുക ഒക്കെ, അത് സമാഹരിക്കുന്നതൊക്കെ. അപ്പോൾ ഇപ്പോൾ A ഗ്രൂപ്പാണെങ്കിൽ A ഗ്രൂപ്പിൻ്റെ ഒരു MLA ഒരു സ്ഥാനാർത്ഥിക്ക് കൂടുതൽ തുക A ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കും. I ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ച് തുക A ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിക്കും കിട്ടും. അത് ഭയങ്കര കൗതുകകരമായ രസകരമായ ഒരു പ്രവർത്തന രീതിയായിരുന്നത്. പക്ഷേ കൂടുതൽ തുക എവിടെ നിന്നായിരിക്കും വരിക? എപ്പോഴും അയാൾ ലോയലായി നിൽക്കുക ആ ഗ്രൂപ്പിനോടായിരിക്കും. അങ്ങനെയൊക്കെ അത് പ്രവർത്തിച്ചു വരുന്ന ഒരു ഘടനയും രീതിയും അതിന് ഗ്രൂപ്പ് മാനേജർമാരും ഒക്കെ ഉണ്ടായിരുന്നു. അത് ആ മട്ടിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ KCക്കൊപ്പം നിൽക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ ആ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഫണ്ടടക്കമുള്ള കാര്യങ്ങളിൽ ഏറ്റവും കാര്യക്ഷമമായി അത് പഴയ ഗ്രൂപ്പിൻ്റെ സ്വഭാവത്തിൽ മാനേജ് ചെയ്തതും KCയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അധികാരം KCക്കുണ്ട്. അതായത് ഈ പറയുന്ന MLA-മാർക്ക് ആർക്കും നേരെ നിന്നിട്ട് KC ആവണ്ട എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ഥിതിയില്ല.